ശാന്തി. വ്യക്തഭാവത്തിൽ നിന്നും ദൂരെയായി ഞാൻ അവ്യക്തഭാവം ധാരണ ചെയ്യുന്നു. ഞാൻ ആത്മാവ് അവ്യക്ത സ്ഥിതിയിൽ പ്രകാശ ശരീരം ധാരണ ചെയ്ത് അവ്യക്ത ബാപ്ദാദയുടെ സന്മുഖത്തിരിക്കുന്നു. ബ്രഹ്മ ബാബയുടെ പ്രകാശ ശരീരത്തിൽ ജ്ഞാന സൂര്യ ശിവബാബ വിരാജമാനാണ്. ബാബ എൻ്റെ കൂടെയുണ്ട്, സന്മുഖത്തിലാണ്. ഞാൻ സർവശ്രേഷ്ഠ സംഘം പരമാത്മ സംഘത്തിലാണ്. ബാബയുടെ സംഘത്തെ കൂടാതെ എനിക്ക് മറ്റൊരു സംഘവുമില്ല. ഇപ്പോൾ ഒരു സെക്കൻഡ് പോലും ഞാൻ ബാബയിൽ നിന്ന് വേറെയല്ല. ഞാൻ ബാബയുടെ സംഘത്തിലാണ്. ബാബയുടെ കയ്യിൽ കൈകോർത്തിരിക്കുന്നു. എൻ്റെ ബുദ്ധിയാകുന്ന കൈ ബാബയുടെ കയ്യിൽ കൊടുത്ത് നിശ്ചിന്ത സ്ഥിതിയിൽ, ചിന്തയില്ലാത്ത സ്ഥിതിയിലിരിക്കുന്നു. ഓരോ കർമ്മത്തിലും ബാപ്ദാദ എൻ്റെ കൂടെയുണ്ട്. എല്ലാ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ബാബയ്ക്ക് നൽകി സ്വയം ലൈറ്റായി അനുഭവം ചെയ്യുന്നു. ബുദ്ധിമുട്ടില്ല. നിരന്തരം സർവശ്രേഷ്ഠ സംഘം പരമാത്മ സംഘത്തിലിരിക്കുന്ന ഞാൻ സഹജയോഗിയാണ്, നിരന്തര യോഗിയാണ്, നിരന്തരം സ്മൃതി സ്വരൂപമാണ്. ഞാൻ നിമിത്തമാണ്. കരൻ കരാവനഹാർ ഒരു ബാബയാണ്. എൻ്റെ ഉറച്ച സംബന്ധം ഒരു ബാബയോട് മാത്രമാണ്. ഓരോ സെക്കൻഡിലും ഓരോ ചുവടിലും ഞാൻ സർവശ്രേഷ്ഠ സംഘത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ബാബയുടെ സത്യസംഘത്തിൽ റിഫ്രഷ് ആകാൻ വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വൈബ്രേഷനിൽ നിന്നും മാറി സത്യസംഘത്തിലിരിക്കുന്നു. ബാബ ഇരുന്ന് ശ്രീമതം നൽകുന്നു.
ഒരിക്കലും പരസ്പരം വ്യർത്ഥമായ ലൗകിക കാര്യങ്ങൾ സംസാരിക്കരുത്, കേൾക്കരുത്. ബാബയുടെ സേവനത്തിൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി ഓർമ്മയുടെ ലഹരിയിലിരിക്കൂ. വ്യർത്ഥ കാര്യങ്ങളിൽ സമയം പാഴാക്കരുത്, ഉന്നതി ഉണ്ടാകില്ല. ഞാൻ ശാന്തസ്വരൂപാത്മാവാണ്. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. രചയിതാവായ ബാബ രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. ഈ സമയം ഞാൻ പവിഴ ബുദ്ധിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇപ്പോൾ ബാബ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമധാമത്തിൽ അവശേഷിക്കുന്ന ആത്മാക്കൾ മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ബാബയുടെ ശ്രീമതത്തിലൂടെ മായയുടെ മേലെ വിജയം പ്രാപ്തമാക്കുന്നു. മായ ഓരോ നിമിഷവും ബുദ്ധിയെ ഓടിക്കുന്നു. എവിടെയാണെങ്കിൽ ബാബ ആകർഷിക്കുകയാണ്. ബാബ സത്യമല്ലേ? ഒരിക്കലും തലതിരിഞ്ഞ കാര്യങ്ങൾ പറയില്ല. ഞാൻ സദാ സത്യസംഗത്തിലിരിക്കുന്നു. ബാബയുടെ ഓരോ മഹാവാക്യത്തിലും ത്രിമൂർത്തി ശിവഭഗവാനുവാച എന്നെഴുതുന്നു. ശിവബാബ എന്ന ശബ്ദം വളരെ മധുരമായി അനുഭവപ്പെടുന്നു. ബാബ സ്വയം പറയുന്നു, മധുരമായ കുട്ടികളെ. അപ്പോൾ അച്ഛനല്ലേ? ഞാൻ ആത്മാവിൽ സംസ്കാരം നിറയുന്നു. ആത്മാവൊരിക്കലും നിർലേപമല്ല. ബാബ ഇരുന്ന് മനുഷ്യരെ ദേവതയാക്കുന്നു. ഈ നാടകം ഉണ്ടാക്കിയതാണ് ബ്രഹ്മ. ബാബ ഒന്നും ചിന്തിക്കുന്നില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് മായയുടെ പ്രവേശനമുണ്ടാകുന്നു. അതുപോലെ ബാബയുടെ പ്രവേശനവും ഉണ്ടാകുന്നു. രാവണന് രൂപമില്ല. 5 വികാരങ്ങളുടെ പ്രവേശതയുണ്ടാകുമ്പോൾ രാവണനാണെന്ന് പറയുന്നു. ഇതാണ് ഭൂതങ്ങളുടെ ലോകം, അസുരന്മാരുടെ ലോകം. ഞാൻ ആത്മാവ് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം ആസുരീയമാണ്. ആത്മാവ് നന്നായി പാവനമാകും. പിന്നീട് ഈ തോലഴിച്ചു കളയും. പിന്നീട് സതോ പ്രധാന ശരീരം ലഭിക്കും. സ്വർണ്ണ സമാന ശരീരം ലഭിക്കും. എൻ്റെ ബുദ്ധിയിൽ ഇപ്പോൾ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ സേവനത്തിൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി ലഹരിയോടെ കഴിയുന്നു. വ്യർത്ഥത കേൾപ്പിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. ബാബയുടെ മഹാവാക്യം മാത്രം സ്മൃതിയിൽ വെക്കുന്നു, അതിനെ മറക്കില്ല. ഞാൻ ഡ്രാമയെ നല്ല രീതിയിൽ മനസ്സിലാക്കി പാർട്ട് അഭിനയിക്കുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിലും സങ്കല്പം നടക്കരുത്. ഞാൻ ബാബയുടെ ശ്രേഷ്ഠ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് ഞാൻ എന്നതിനെ ബാബയിൽ ലയിപ്പിക്കുന്ന നിരന്തര യോഗി, സഹജയോഗിയായി ഭവിക്കൂ. എനിക്ക് ഓരോ ശ്വാസത്തിലും ബാബയോട് സ്നേഹമുണ്ട്. അപ്പോൾ യോഗത്തിൽ പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ഒരിക്കലും വായിലൂടെ ഞാൻ എന്ന ശബ്ദം വരില്ല. ഞാൻ എന്നത് ബാബ എന്നതിൽ ലയിച്ചു ചേരുന്നു. ബാബ നെട്ടല്ലാണ്. ബാബ ചെയ്യിപ്പിക്കുന്നു, സദാ കൂടെ ഉണ്ടാകുന്നു. ബാബയോടൊപ്പം കഴിയണം, കഴിക്കണം, നടക്കണം, കറങ്ങണം. ഇത് പ്രത്യക്ഷ രൂപത്തിൽ സ്മൃതിയിൽ വെക്കുന്നു. അപ്പോൾ സഹജയോഗിയാകുന്നു. ഞാൻ ഞാൻ എന്ന് പറയുകയെന്നാൽ മായയാകുന്ന പൂച്ചയെ ആഹ്വാനം ചെയ്യുകയാണ്. ബാബ ബാബ എന്ന് പറയുമ്പോൾ മായ ഓടിപ്പോകുന്നു. ഓം ശാന്തി.